ഇവിടെ ഇയാളെ വീട്ടിലേക്ക് മനുഷ്യനെ പോലുള്ള ഒരു റോബോട്ടിനെ വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിലുള്ള എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. എന്നാൽ മൂത്ത മകൾക്ക് മാത്രം ഈ ഒരു റോബോട്ടിനെ ഇഷ്ടപ്പെടുന്നേ ഇല്ല. എല്ലാവരും പോയതിനു ശേഷം മാറാമ്പല പിടിച്ചു നിൽക്കുന്ന വീടെല്ലാം തുടച്ച് വൃത്തിയാക്കുന്നു. മാറാമ്പ കടയിൽ നിന്ന് കിട്ടിയ 8 കാലിയെ പോലും അത് സുരക്ഷിതമായിട്ട് പൂവിന്റെ ഉള്ളിലേക്ക് വിടാണ്. റോബോട്ട് നല്ല രുചി തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അതുകൊണ്ട് വീട്ടിലുള്ള എല്ലാവരുടെ ജോലി ഭാരം ഭയങ്കരമായിട്ട് കുറഞ്ഞേക്കാണ്. റോബോട്ട് ഉണ്ടാക്കുന്ന ഫുഡിന് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എന്നാൽ ഈ മൂത്ത മകൾക്ക് റോബോട്ടിന് ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് ഈ ഒരു ഫുഡിന് ഒരു ടേസ്റ്റും ഇല്ലാന്ന് പറഞ്ഞ് അവൾ കഴിക്കാത്ത പോലൊക്കെ ഇരിക്കുകയാണ്. പെട്ടെന്ന് ആ മൂത്ത മകള് റോബോട്ടിനെ അവിടേക്ക് വരാനായിട്ട് വിളിക്കുന്നുണ്ട്. പിന്നീട് ജനലൊന്ന് തുറന്നിടാനായിട്ട് പറയുന്നു. മൂത്ത മകള് പറഞ്ഞ പോലെ തന്നെ റോബോട്ട് ജനൽ തുറന്നിടുന്നുണ്ട്. എന്നിട്ട് മൂത്ത മകള് പറയാണ്, നീ ഒരു കാര്യം ചെയ്യ്, ഒന്ന് ചാടാനായിട്ട് പറയാണ്. റോബോട്ട് അപ്പൊ തന്നെ അവിടെ നിന്ന് ഒരു 5-6 ചാട്ടം വെച്ച് കൊടുക്കുകയാണ്. എന്നാൽ അവള് പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് ചാടാനല്ല, ആ ജനലിൽ കൂടെ പുറത്തേക്ക് എടുത്ത് ചാടാനായിട്ട് പറയുമ്പോൾ കേട്ട മതി കേൾക്കാത്ത മതി ആ റോബോട്ട് എടുത്ത് പുറത്തേക്ക് ചാടി മേലാകെ ചെളി മണ്ണും എല്ലാം ആയി അകത്തേക്ക് കയറി വരുന്നുണ്ട്. ഇതിന് ശേഷമാണെന്ന് വെച്ചാൽ അച്ഛനെ റോബോട്ടിനോട് ഭയങ്കര പാവം തോന്നിയിട്ട് എല്ലാ കുട്ടികളെയും വിളിച്ചുകൊണ്ട് നമ്മൾ ഈ റോബോട്ടിനെ നല്ല പോലെ തന്നെ നോക്കണം, അവൻ ഒരിക്കലും കഷ്ടപ്പെടുത്തരുത് എന്ന് പറയാണ്. നിങ്ങൾക്ക്